ആഘോഷ പരിപാടികളിൽ ജയ്ഹിന്ദ് നമ്മൾ രണ്ടുപേരുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഈ ന്യൂസിൻ്റെ ചീഫ് തണ്ടിക്കുട്ടിയോട് ചോദിച്ചു, ഞങ്ങൾ തമ്മിൽ എന്ത് പറയാനാ, പഴയ KSU കാര്യങ്ങൾ, ആ കാലത്തെ ഓർമ്മകൾ, ഓർമ്മകൾ, നമ്മുടെ സഹപ്രവർത്തകർ തമ്മിലുള്ള സൗഹൃദം, ആ ബന്ധം. ഞാൻ പറഞ്ഞു അതൊക്കെ അനുസ്മരിക്കാൻ വളരെ വളരെ സന്തോഷമുള്ള കാര്യമായതുകൊണ്ട്, പ്രത്യേകിച്ച് യുവത്വം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുവർണ കാലഘട്ടമായിരുന്നു. നമ്മൾ യുവാക്കളായിരിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിൽ നമുക്ക് വളരെ സംതൃപ്തി ഉണ്ടായിരുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു വാചകമുണ്ട്, യൗവനയുക്തവും പ്രേമസുരഭിലവുമായ യുവത്വം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യൗവനയുക്തമായ ആ കാലത്ത് പ്രേമസുരഭിലമായ കഥകളൊക്കെ വേറെ, എന്നാലും ആ കാലഘട്ടം ഇന്നും നമുക്ക് ഓർമ്മിക്കാൻ വളരെയേറെ നമുക്ക് സന്തോഷം നൽകുന്ന ഓർമ്മകളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, തിരുവഞ്ചൂരാകുമ്പോൾ നമ്മളെല്ലാവരും തമ്മിൽ സൗഹൃദമാണ്. പക്ഷെ തിരുവഞ്ചൂരാകുമ്പോൾ ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ച് KSUവിലും യൂത്ത് കോൺഗ്രസ്സിലും യൂണിവേഴ്സിറ്റി യൂണിയനിലും ഒരുമിച്ച് നേതൃത്വം നൽകിയ ആളുകളാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ ഓണപരിപാടിയിൽ പങ്കെടുക്കാൻ സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിൽ വന്നിരിക്കുക. ഞാൻ യഥാർത്ഥത്തിൽ ജയ്ഹിന്ദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജയ്ഹിന്ദിൻ്റെ തുടക്കക്കാരനായ ഡയറക്ടർ ബോർഡ് മെമ്പർമാരിലൊരാളാണ് ഞാൻ. അത് വീക്ഷണം തുടങ്ങി ജയ്ഹിന്ദായി ആ നിലയിലോട്ട് ബന്ധപ്പെട്ടതാണ്. ശ്രീ ഹസൻ ജയ്ഹിന്ദിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതലൊരു അടുപ്പവും മെൻ്റലായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റും സത്യത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും അത് അറിയാമല്ലോ, ഉമ്മൻചാണ്ടി, രമേശ്, ഞാനും നിങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ കൂടി. അതെ, നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവിലാണല്ലോ അതെ അതെ ഉണ്ടായി വരുന്നത്. അതെ. അപ്പോൾ നല്ല രൂപത്തിൽ അത് മുന്നോട്ട് പോകുന്നു കണ്ടതിൽ സന്തോഷമുണ്ട്. ഈ പുതിയ ടീം ജയ്ഹിന്ദിന് നല്ല ഗുണം ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. പിന്നെ നമ്മുടെ സബ്ജക്റ്റിലോട്ട് വന്നാൽ, സബ്ജക്റ്റിലോട്ട് നമുക്കെത്താം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച്, മാത്രമല്ല ആ പഴയതിനെക്കുറിച്ച് ഓർക്കുന്നതിന് വേണ്ടി ഒരു സന്ദർഭം കിട്ടി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അത് വലിയ കാര്യമാണ്. മറ്റത് ഇതങ്ങ് പോയില്ല. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു 60 മുതൽ 70 മുതൽ ഇങ്ങനെ നല്ല വ്യക്തിബന്ധങ്ങൾ, അതെ 60 മുതൽ വളരെ നല്ല ബന്ധത്തിൽ വന്നിട്ടുള്ള ഒരു ടീമാണ്. നമ്മുടെ ഈ പരിപാടി ആങ്കർ ചെയ്യാൻ ജയ്ഹിന്ദ്കാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഉമ്മൻചാണ്ടിയുടെ പ്രിയപുത്രി മറിയക്കുട്ടിയാണ് നമ്മളോട്. യഥാർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ ഒരു നിയോഗമാണ്. അവസാനം ഉമ്മൻചാണ്ടിയിൽ ആരംഭിച്ച ഞങ്ങൾ ഉമ്മൻചാണ്ടിയുടെ മകളുടെ മുമ്പിൽ വന്ന് സാക്ഷി പറയാൻ നിൽക്കുകയാണ്. വർഷത്തിലെ മറിയക്കുട്ടി നമ്മളെ ഈ ആങ്കർ ചെയ്യാൻ വന്നതിൽ നമുക്ക് വളരെ സന്തോഷം. കാരണം എൻ്റെയും രാധാകൃഷ്ണൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ റോൾ മോഡൽ ഉമ്മൻചാണ്ടിയായിരുന്നു. ഞാനും രാധാകൃഷ്ണനും 64 വർഷം ആലോചിച്ച് നോക്കണം, 64-65 ബാലജന സഖ്യത്തിലൂടെയാണ് ഞങ്ങൾ ഉമ്മൻചാണ്ടിയെ ഒരുമിച്ച് കാണാം. ഉമ്മൻചാണ്ടിയുടെ ശിഷ്യനാണ് അന്ന് രാധാകൃഷ്ണൻ, ഞാനും അത് തന്നെ. അവിടെ മുതൽ ഉള്ള ബന്ധമാണ് മരിക്കുന്നത് വരെയുള്ള എത്ര വർഷം. എനിക്ക് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ 2 കാര്യങ്ങൾ മറക്കാൻ പറ്റുകയില്ല. ഉമ്മൻചാണ്ടി ഒത്ത് ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആക്സിഡൻറ്റ്, ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഹസനുണ്ട്, VM സുധീരനുണ്ട്, KC ജോസഫുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ കരോട്ട് വള്ളക്കാലിൽ വരാൻ. അവിടെ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് വിളിക്കാൻ കാരണം കൈ കാശില്ലെന്ന് പുള്ളിക്കറിയാം, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലെന്നറിയാം. അതുകൊണ്ട് സൗകര്യമായിട്ട് എന്ത് ചെയ്തു, വീട്ടിലോട്ട് വന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടുന്ന് നേരെ മടങ്ങി വന്നപ്പോൾ MDF 3838 എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ കാറുണ്ട്. അന്ന് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. ആ വണ്ടി വന്നാണ് നമ്മുടെ മാങ്ങാനം മന്ദിര ഹോസ്പിറ്റലിൻ്റെ പടിക്ക് വെച്ച് ഒരു ചെറിയൊരു മഴ വന്നു, ഒരു ലോറി വന്ന് ഫ്രണ്ടിൽ ചവിട്ട് നിർത്തി, ഡ്രൈവർ അതിൻ്റെ പുറകിലിടിച്ചു. മുമ്പിലിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ നെറ്റിൽ ഇപ്പോഴും ആ പാടുണ്ട്, ഒരു പാട് വളരെ കൃത്യമായിട്ടുണ്ട്. അവിടുന്ന് പിന്നെ ഒരു 9:30-10 മണി അടുത്തില്ലേ, അവിടുന്ന് ഉമ്മൻചാണ്ടിയും കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോകുമ്പോഴേക്ക് ജനങ്ങളുടെ പ്രവാഹം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആളുകളില്ല.
കാരണം ഇങ്ങനെ പൊട്ടി ഒഴുകുന്ന ചോര ഒലിച്ചുള്ള ഒരാളല്ലേ പോകുന്നത്, എല്ലാവരും കൂടെ നിൽക്കുകയല്ലേ. അങ്ങനെ മന്ദിര ആശുപത്രി കൊണ്ടുപോയ ഒരനുഭവം ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. രണ്ടാമത് ഇതുപോലെ വേറൊരു സംഭവമുണ്ട്. ഇവിടെ നമ്മുടെ MM ജേക്കബ് സാറ്, പാലാമാത്യു സാറ്, ടി ജോസഫ്, ഞങ്ങളെല്ലാവരും കൂടി രാമപുരത്തൊരു മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി വരിക. മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടെ ജേക്കബ് സാറിനെ വീട്ടിലിറക്കി ഞങ്ങളെല്ലാവരും കൂടെ ഏറ്റുമാനൊരു ഭാഗത്ത് വന്നപ്പോൾ ഒരു MRG ജീപ്പായിരുന്നു അന്ന് ഇവിടെ DCC കൊണ്ടായിരുന്നു. നേരെ ചെന്ന് ഏറ്റുമാനൊരു പുറത്ത് ഒരു വളവെടുത്ത് നേരെ ഞങ്ങളതിനകത്തോട്ട് മറിഞ്ഞു. മഹാഭാഗ്യത്തിന് ഞങ്ങളവിടെ ആ വീണ അവിടെ ജീപ്പ് അതേപടി താന്നു പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടല്ല, കാരണം വെള്ളം കുറവാണ്. പക്ഷേ അപകടം വലിയ സീരിയസ് ആകാൻ പറ്റുമായിരുന്നു. രണ്ട് വശത്തുള്ള ഇലക്ട്രിക് ലൈനും ഉണ്ടായിരുന്നു. അതിൻ്റെ മധ്യത്തിലൂടെ വന്ന് പതിച്ചു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം പറയാനില്ല. ദൈവാധീനം എന്ന് വേണമെങ്കിൽ പറയാം. അത് വെളുപ്പിനെ എത്ര മണിക്കാണ്? 3:30 മണി നേരത്ത് ഈ ഭയങ്കര മഴയത്ത് ഞങ്ങൾ ഈ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് അവിടുന്ന് പോന്ന അനുഭവം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇതുപോലത്തെ രസകരം തുടങ്ങുന്ന കാലത്ത്, ഞങ്ങൾ പോകുന്ന കാലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഞാൻ അന്ന് കോട്ടയത്ത് സ്ഥിരം താമസമാക്കി. ഞാൻ പ്രസിഡൻറ്റും KC ജോസഫ് സെക്രട്ടറി, അതെ, രാധാകൃഷ്ണനൊക്കെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും. അപ്പം രാവിലെ ഉമ്മൻചാണ്ടി കോട്ടയത്ത് നിന്ന് വന്നാൽ, പുതുപ്പള്ളിയിൽ നിന്ന് വന്നാൽ ഞങ്ങൾ ഒരുമിച്ച മാമാപ്പിള ഹാളിൻ്റെ എതിരെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, റെഡ്സ് അല്ലേ, അവിടെയാണ് ഞങ്ങളുടെ കാപ്പ് കൂടി ഒരുമിച്ച്, ഉച്ചകൂടി ഒരുമിച്ച്, രാത്രി ഭക്ഷണവും ഒരുമിച്ച്. അവിടെ തൊട്ടടുത്ത് അവിടെ വരാനായിട്ടുള്ള കാരണം ഡി പാരീസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് താഷ്കൻ്റ് എന്ന് പറഞ്ഞൊരിതുണ്ട്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അപ്പം കാശ് കൊടുക്കാതെ ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന ആളുകളാണ്. പക്ഷേ ഒരു നയാ പൈസ പോലും ബാലൻസ് വരികയില്ല, അത് വേറെ പ്രശ്നം. പക്ഷേ ആ കാലഘട്ടത്തിൽ അവർ നമ്മളോട് കാണിച്ച ഒരു ചിന്ത അവിടെ നിന്ന് തുടങ്ങിയതാണ് നമ്മൾ ഉമ്മൻചാണ്ടി മറക്കാൻ പറ്റുകയില്ല. ഇതുപോലത്തെ ആളുകൾക്കറിയാത്ത ഒരുപാട് ബന്ധങ്ങളും കഥകളും ഓർമ്മകളും ഇത് ജനങ്ങളെല്ലാവരും ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്കും നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ വന്നിരിക്കുമ്പം ഒരു പരിപാടി ആങ്കർ ചെയ്തേക്കാൾ ഉപരി ഇപ്പം അങ്കിളാണെങ്കിൽ അസനങ്ങളെ പറഞ്ഞു, നമ്മൾ തൊട്ടടുത്ത നെയ്ബേഴ്സായിട്ട് നിഷയും ഞാനും ഒരുമിച്ച് സ്കൂളിൽ പോയി പഠിച്ച്, അങ്കിളിനെ ആണെങ്കിൽ അപ്പയുടെ കൂടെ എപ്പോഴും കണ്ടപ്പോൾ എനിക്കൊരു സ്വന്തം വീട്ടിലെ ആളുകളോട് വന്നൊരു സംസാരിക്കാനിരിക്കുന്ന പോലെയുള്ളൊരു ഫീലിംഗാണ്. എന്തായാലും ജയ്ഹിന്ദ് TV-യിലെ പ്രേക്ഷകർക്ക് എല്ലാവിധ ഓണാശംസകളും നേരുന്നു. നമ്മുടെ ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കോൺഗ്രസ്സിലെ ഏറ്റവും ശക്തരായ 2 സ്പീക്കേഴ്സാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഒരാൾ ഇന്ന് കേരള നിയമസഭയെ ശക്തമായി നിയന്ത്രിക്കുന്ന വ്യക്തിയാണ്. ഇവർ രണ്ടുപേരുടെയും ഓണവിശേഷങ്ങളും അവരുടെ KSU യൂത്ത് കോൺഗ്രസ് കാലഘട്ടം, അവരുടെ വളർച്ച, അവരുടെ ജീവിതം, അങ്ങനെ രസകരമായ അന്നത്തെ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, എൻ്റെ അപ്പ ഉൾപ്പെടെ ഉള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ ഉള്ള ചെറിയ കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഈ പരിപാടിയിൽ ആഗ്രഹിക്കുന്നത്. രണ്ടുപേർക്കും, ഹസനങ്ങൾക്കും തിരുവനന്തപുരങ്ങൾക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു കാര്യം ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പുതുപ്പള്ളി വീട്ടിലോട്ട് വരിക, ഇവിടെ വീട്ടിൽ മറിയക്കുട്ടി ഇങ്ങനെ അകത്തുനിന്ന് ഓടി വരിക, എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് അപ്പാ ഇത് വിളിച്ച്, അപ്പോഴെൻ്റെ മുഖത്തോട്ട് നോക്കുക, എൻ്റെ മുഖത്തോട്ടോ നോക്കുക. അതായിരുന്നു അപ്പയും നമ്മളും തമ്മിലുള്ള ബന്ധങ്ങൾ. അതാണ് അതെ, തൊട്ടപ്പുറം ഇവര് രണ്ടുപേരും ഇവര് 3 പേരും കൂടാണ് ഒരുമിച്ച് കാർമൽ സ്കൂളിൽ പോകും. രാവിലെ അവരെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ആരാന്നറിയാം, ബാവയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നമ്മുടെ AK ആന്റണിയുടെ ഭാര്യ ജെൽസി. അന്ന് അവരാണ് അവിടുത്തെ സന്നദ്ധ സഹചാരി. ജെൽസിയുടെ കൂടെയാണ് ഇവർ 3 പേരും കൂടെ പോകുന്നത്. അപ്പം നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങി ഇതുവഴി അപ്പം തൊട്ട് എത്ര LKG തൊട്ട് 10 വരെ, അത് കഴിയുമ്പോൾ ഇവർ ഈ വലുതായി കഴിഞ്ഞു, സ്കൂളിലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ ആയി യൂത്ത് ഫെസ്റ്റിവലിന് പോകും. അവരുടെ ഒരു ഡാൻസ് ട്രൂപ്പുണ്ട്, അതിന് മറിയ കുട്ടിയുണ്ട്. ഒരു ദിവസം നമ്മുടെ
ഉമ്മൻചാണ്ടിയുടെ ഭാര്യ എന്നെ വിളിക്കുക, ഇവിടെ യൂത്ത് ഫെസ്റ്റിവൽ നടക്കും, വലിയൊരു അനീതിയാണ് അവരുടെ ജഡ്ജ്മെൻറ്റിൽ വന്നിരിക്കുന്നത്, ഉടനെ ഇടപെടണം. അപ്പോൾ പിന്നെ കുഞ്ഞിനോട് പറഞ്ഞാൽ കുഞ്ഞ് ഇടപെടത്തില്ല. ഞാൻ ആ നിയോജകമണ്ഡലത്തിലെ MLA മണക്കാട് സ്കൂളിൽ അവരെ വിളിച്ചിട്ട്, നിങ്ങളെ ഈ ജഡ്ജ് സമ്മാനം കൊടുത്തത് തെറ്റിപ്പോയെന്ന് എനിക്ക് പറയാൻ പറ്റും. അവസാനം പറയാൻ അല്ല, നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെ സമാധാനിപ്പിച്ച് ഞാൻ വന്നു ഇവരെയൊക്കെ അവിടെ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് പോയി. ഇവർ തമ്മിലുള്ള ആ ബന്ധം നമ്മുടെ ബന്ധത്തിന് കൂടുതൽ ശക്തി പകർന്നു. അത് തന്നെ കറക്റ്റ്. അന്നത്തെ ഒരു അടുപ്പമെന്ന് പറഞ്ഞാൽ വ്യക്തികൾ തമ്മിലില്ല, കുടുംബങ്ങൾ തമ്മിൽ തന്നെ നല്ല അടുപ്പമായിരുന്നു. ആ അടുപ്പത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം KSU യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഓർഡറുണ്ട്. ആ ഓർഡറിനകത്ത് ആര് ഫസ്റ്റ്, ആര് സെക്കൻഡ്, ആര് അടുത്ത പ്രാവശ്യം ആര് പ്രസിഡൻറ്റ്, അതിൻ്റെ അടുത്ത പ്രാവശ്യം ആര് പ്രസിഡൻറ്റ്, ഇതിൻ്റെ ഒരു ഓർഡർ സിസ്റ്റം ആരും എഴുതിയ ഓർഡറല്ല, പക്ഷെ എല്ലാവരുടെ മനസ്സെക്കുറിച്ച് ഓർഡറാണ്. അതുകൊണ്ടൊരു തർക്കമില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. അന്നത്തെ ആ ബന്ധത്തിന് ഇന്നങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഉള്ള ബന്ധം, ആ കുടുംബ ബന്ധത്തിൻ്റെ ഫലമായി KSUവിനകത്താണെങ്കിലും ആ സൗഹൃദം, ഓരോ വർഷവും ഞങ്ങൾ ക്യാമ്പ് നടക്കും, ഒരുമിച്ച് താമസിക്കും, ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ആ ബന്ധം വളർന്ന് വളർന്ന് ഞങ്ങൾ തമ്മിലുള്ള പ്രവർത്തനത്തിൽ, രാഷ്ട്രീയത്തിലുള്ള സൗഹൃദം വളരെ വളരെ ശക്തമായി. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഓണത്തിന് ഒരു പറ നെല്ല്, അത് അപ്പയുടെ ഒരു മുദ്രാവാക്യം, അത് ഭയങ്കര. അപ്പം അതിനെപ്പറ്റി നിങ്ങളുടെ ഓർമ്മ? അതെന്താണെന്ന് വെച്ചാൽ അന്ന് ഈ LDF മാർക്സിസ്റ്റുകാരുടെ ഗവൺമെൻറ്റാണ്. അന്ന് MN ഗോവിന്ദൻ നായർ കൃഷി വകുപ്പ് മന്ത്രി. അപ്പം നമ്മൾ EMS ചീഫ് മിനിസ്റ്റർ. അതിനൊരു പശ്ചാത്തലമുള്ളത്, മുരളി സമരം കഴിഞ്ഞു. മുരളി സമരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ, ഉമ്മൻചാണ്ടി ഏറ്റവും വലിയ പ്രശസ്തരാകുന്നത്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയാക്കിയത് മുരളി സമരം. ഉമ്മൻചാണ്ടിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനും ഇന്ന് ഓർക്കുന്നു, കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യരുത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനുള്ള മുന്നറിയിപ്പ്. പിറ്റേ ദിവസം അവർക്ക് മറുപടി പറയേണ്ടി വന്നു. അത്ര ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു സമരത്തിൻ്റെ ആ സമരം വന്നപ്പോൾ ഭയങ്കരമായ മർദ്ദനങ്ങൾ, സമരം, പിക്കറ്റിങ്, ഇതെല്ലാം കഴിഞ്ഞ ആ പശ്ചാത്തലത്തിൽ ആ സമരം തീർപ്പാക്കാൻ മുൻകൈയെടുത്തത് അന്ന് EMS ഗവൺമെൻറ്റിലെ FACTയുടെ മാനേജിങ് ഡയറക്ടറായിരുന്നു MKK നായർ. അപ്പോൾ MKK നായർ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ സമരവും ബഹളവും ഒന്നും മാത്രം നടത്തിയാൽ പോരാ, കൺസ്ട്രക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. ആ സന്ദർഭത്തിലാണ് ഞങ്ങൾ ആലോചിച്ച്, ഉമ്മൻചാണ്ടി കമ്മീഷൻ പ്രസിഡൻ്റാണ്, ഓണക്കാലത്ത് എല്ലായിടത്തും നമ്മൾ പിന്നെ ഓണത്തിന്, അതിൻ്റെ ഇടയ്ക്ക് MN ഗോവിന്ദൻ നായർ വിളിച്ച് സംസാരിക്കുന്നു. അതെ, കാണാനായിട്ട് ഞങ്ങൾ പോയി. അദ്ദേഹം ഈ പ്രപ്പോസൽ ഇങ്ങോട്ട് വെച്ചപ്പോൾ ഞങ്ങളതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞു, സ്റ്റുഡൻറ്റ് സംഘടനകൾ എല്ലാവരും യോജിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ KSU ഉള്ളൂ. അതെ, KSU ഉള്ളൂ. അപ്പോൾ പുള്ളി കൂട്ടത്തിൽ ഇതുകൂടെ പറഞ്ഞു, ഞാനെല്ലാ സംഘടനകളും എന്നൊക്കെ പറയും, പക്ഷേ കാര്യം നടക്കണം നിങ്ങളേ ഉള്ളൂ, നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം. എന്താണെന്ന് വെച്ചാൽ വിത്ത് ഞങ്ങൾ തരും. അന്നാണ് ഈ 5000 വിത്ത് പോപ്പുലറൈസ് ചെയ്യുന്നത്. വളം അപ്പോൾ MKK നായർ ആവശ്യമുള്ള മുഴുവൻ വളവും സ്കൂൾ മുറ്റത്ത്, വീട്ടുമുറ്റത്ത്, സ്കൂളിലെ എല്ലാ സ്കൂളുകളിലും ഞങ്ങൾ കൃഷി ഇറങ്ങി. അസുരങ്ങൾ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനും അങ്കിള് ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് വലിയ പരിപാടികൾ നടത്തുകയും അതിനെ തുടർന്ന് പിന്നെ അങ്കിള് KSU പ്രസിഡന്റ് ആകുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെ എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ഒന്ന് ആ കാലം ആളുകൾക്കൊക്കെ പരസ്പരം ഒരു നല്ല വിശ്വാസമുള്ള ഒരിത്. ഞങ്ങളുടെ വന്ന ടീമാണെന്ന് ഒരിക്കൽ ബെസ്റ്റ് ടീം. ആ ടീമിൽ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ആളുകളുടെ ഇപ്പം ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ. ഞാൻ ജഗദീഷ് ശിവകുമാറിൻ്റെ കാര്യം പറഞ്ഞു, നെടുമുടി വേണുവിൻ്റെ കാര്യം പറഞ്ഞു, ഫാസിലിൻ്റെ കാര്യം, രാമചന്ദ്രൻ്റെ കാര്യം, റൂബി ആൻഡ്രൂസ്, ശോഭ എട്ടിച്ചെറിയ, അങ്ങനെ തുടങ്ങി മല്ലിക, അങ്ങനെ തുടങ്ങി ഒട്ടനവധി ആളുകൾ നമ്മുടെ ഈ ടീമിലുണ്ടായിരുന്നു. അത് ഞങ്ങൾ സെലക്ട് ചെയ്തതല്ല, ഈ പെർഫോമൻസ് വൈസായിട്ട് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ആളുകളുടെ ഒരു ടീം. പക്ഷേ അത് സൂപ്പർ ടീമായിരുന്നു. അതുകൊണ്ട് ഡൽഹിയിൽ ആ പരിപാടിയും നന്നായിട്ട് വിജയിച്ചു. ആളുകൾക്കെല്ലാം വലിയ അപ്രീസിയേഷനായിരുന്നു. നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ പൂർത്തിയാക്കി. തിരുവനന്തപുരത്തെ പാർലമെൻറ്റ് അംഗം VK കൃഷ്ണമേനോനാണ്. അപ്പോൾ ഞങ്ങൾ മാതൃഭൂമിയുടെ മാധവകുട്ടിയാണ്
കേരള ഹൗസ് അല്ല കേരള സമാജവുമായി ബന്ധപ്പെട്ട് പരിപാടി നടത്താൻ അദ്ദേഹത്തോട് ഞങ്ങൾ സഹായിക്കാൻ പറഞ്ഞു. വല്ലാണ്ടും ഞങ്ങളെല്ലാം കൂടെ പോയി. അപ്പോൾ കൃഷ്ണമേനോൻ ഇതറിഞ്ഞു, തിരുവനന്തപുരത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. കൃഷ്ണമേനോൻ പറഞ്ഞു, കുട്ടികളെല്ലാം എനിക്ക് കാണണം. രാവിലെ അദ്ദേഹത്തിൻ്റെ റെസിഡൻസിൽ ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചു. കൃഷ്ണമേനോനെ കാണാൻ ഒരവസരം, എല്ലാവരും വലിയ സന്തോഷമല്ലേ. ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം, ഞാൻ ഓർമ്മിക്കുന്നു ഇപ്പോൾ, സാപ്രോ ഹൗസ് ഡൽഹിയിൽ, അവിടെ വെച്ചാണ് ഈ ഞങ്ങളുടെ കലാപരിപാടികൾ. അപ്പോൾ കലാപരിപാടികൾ തുടങ്ങിയപ്പോൾ ഞാനും രാധാകൃഷ്ണനുമൊക്കെ ആമുഖമായിട്ട് കൃഷ്ണമേനോന് വെൽക്കമൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഞങ്ങളോട് കുട്ടികളോട് സംസാരിച്ചു. അതിന് കലാപരിപാടികൾ അരങ്ങേറി. കലാപരിപാടികൾ നല്ല രസമായിരുന്നു. ഡാൻസും ഇതെല്ലാം മലയാളി ക്രൗഡല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കലാപരിപാടി നമ്മുടെ നെടുമുടി വേണു ഒരു മോണോ ആക്ട് നടത്തി. കൃഷ്ണമേനോൻ്റെ അതേ വേഷം, വലിയ നീളം ജുബ്ബ, നേരിയത്, ഒരു വാക്കിംഗ് സ്റ്റിക്ക് വന്നിട്ട് കൃഷ്ണമേനോൻ സംസാരിക്കുന്നത് പോലെ ആദ്യം മലയാളത്തിൽ തുടങ്ങി, അത് കഴിഞ്ഞ് ഇംഗ്ലീഷ്. കൃഷ്ണമേനോൻ എഴുന്നേറ്റത് കൈയടിക്കുക. കാരണം അദ്ദേഹത്തെ അതേപടി നെടുമുടി വേണു ഒന്നാം തരം മിമിക്രി മോണോ ആക്ടും എല്ലാം വെച്ചുള്ള ആളല്ലേ. അദ്ദേഹത്തിൻ്റെ എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് താഴെ ഇരുന്ന കൃഷ്ണമേനോൻ മുകളിൽ വന്ന് ഈ കുട്ടികളെ അഭിനന്ദിക്കുകയും നെടുമുടി വേണുവിനെ അദ്ദേഹത്തിൻ്റെ ആ അവതരണത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അപ്രസിയേഷൻ കൂട്ടത്തിലൊരു വാക്കുകൂടെ പറഞ്ഞു, ഭാവിയിൽ ഇദ്ദേഹം വലിയൊരു കലാകാരനാവും എന്നൊരു പ്രവചനവും നടത്തി. അതൊക്കെ കറക്റ്റാകുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് ഏതാണ്ടൊരു 20-30 കൊല്ലം കഴിഞ്ഞപ്പോൾ വേണു ജഗതിക്ക് ആക്സിഡൻറ്റ് കാരണം പുള്ളിക്ക് സംസാരിക്കാനും യാത്ര ചെയ്യാനും വയ്യ. അങ്ങനെ അമൃത ടി വിക്കാർ 40 വർഷമാണെന്ന് തോന്നുന്നു, അവർ ജഗതിയുടെ വീട്ടുമുറ്റത്ത് ഈ ഓർമ്മകൾ, ഒരു ട്രെയിൻ യാത്രയുടെ ഓർമ്മകളായി മറക്കാൻ ഇതുപോലെ വിളിച്ചു. ഞാനെൻ്റെ രാധാകൃഷ്ണനും. അപ്പം ജഗതിയുണ്ട്, വേണു ജീവിച്ചിരിപ്പുണ്ട്. വേണു വന്നു ജഗതിയെ കൊണ്ടന്ന് പാട്ടൊക്കെ പാടിപ്പിച്ചു. വേണു എല്ലാം കൂടെ ആ ഓർമ്മകൾ ഞങ്ങൾ ഇറക്കി. ജഗതിയും നെടുമുടി എപ്പോൾ സംസാരിക്കുമ്പോഴും ആ അനുഭവം അവർ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു എല്ലാവരും. അതുപോലെ തന്നെ അങ്കിളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ കാലഘട്ടത്തിൽ സമയം KSU പ്രസിഡൻ്റായിട്ടിരുന്ന വ്യക്തിയാണ്. അതിനെപ്പറ്റിയൊക്കെ അത് എങ്ങനെ ഓർത്തിരിക്കുന്നത്? അതിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കാര്യം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പിന്നീട് ഹസൻ ശേഷം 72 കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായി. 73 അന്നാണ് ഇൻ്റർ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽ നടത്തിയത്. 48 യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ഓൾ ഓവർ ഇന്ത്യ, 48 യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് പാർട്ടിസിപ്പൻസ് ആയിരുന്നു. അതുതന്നെ ഏതാണ്ട് ഒരു 750,000-1000 കലാകാരന്മാരും അവരുടെ സഹായികളുമായിട്ട് ഒരുമിച്ച് ചേർന്നു. ആ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽ, ഇൻ്റർ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽ തിരുവനന്തപുരത്തായിരുന്നു. അന്ന് രാഷ്ട്രപതിയായിരുന്ന PV ഗിരിയാണ് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയത്. ഞാനിത് ഓർമ്മിച്ചിരിക്കാൻ കാരണം, ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഞങ്ങൾ PT സക്രിയ ഇപ്പം നമ്മളുടെ ഫൈലിൽ ഞാൻ എൻ്റെ കൂടെയുള്ള വൈസ് പ്രസിഡൻ്റായിരുന്നു. ഞങ്ങളിങ്ങനെ കുറേ സ്ഥലത്ത് യാത്ര ചെയ്ത് ഇതിൻ്റെ സംഘാടന ശ്രമത്തിന് നിൽക്കുമ്പോഴാണ് എനിക്കൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. അതെ, മേജർ ആക്സിഡൻ്റ്. ഏനാത്ത് പാലത്തിൻ്റെ, ആയൂർ പാലത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് വീഴുകയാണ്. അവിടെ 14 ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. 13 ആക്സിഡൻറ്റിലെ ആളുകൾ മരിച്ചിട്ടുമുണ്ട്. രക്ഷപ്പെട്ട ഒരാൾ ഞാൻ മാത്രമാണ്. എന്നിട്ട് അവിടുന്ന് താഴെ വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ അൺകോൺഷ്യസ് ആയിട്ട്, എനിക്ക് സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ, ഒരാൾ ഓടി വന്ന് എന്നെ എടുക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ വലിച്ച് മേളിൽ കൊണ്ടുവന്ന് കയറ്റി. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ബസ് വന്ന് ആ ബസ്സിൻ്റെ പിറകിൽ എന്നെ കിടത്തി. അത് മാത്രം എൻ്റെ ഓർമ്മയിൽ ഫേക്കായിട്ടുള്ള ഓർമ്മയുണ്ട്. അതിനുശേഷം പിന്നീട് എനിക്ക് ഓർമ്മ തന്നെ ഉണ്ടായില്ല. അത് കഴിഞ്ഞ് റിക്കവർ ചെയ്ത് വന്നാണ് ഈ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽ. 3 മാസക്കാലം. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ സ്റ്റേജിൽ കൊണ്ട് ഇരുത്തുന്നത്, രാഷ്ട്രപതി വന്ന് സ്റ്റേജിൽ ഇരുന്നതിന് ശേഷം അങ്ങനെ ഇരിക്കാൻ പറ്റുകയില്ല. കാരണം പ്രോട്ടോക്കോൾ അനുസരിച്ച് എല്ലാവരും ഇരുന്നതിന് ശേഷമല്ലേ രാഷ്ട്രപതി എത്തുക. രാഷ്ട്രപതി എത്തുമ്പോൾ നാഷണൽ ആന്തം പാടും. അപ്പോൾ അദ്ദേഹത്തോട് ഇവരാരെങ്കിലും സംസാരിച്ചിട്ടുണ്ടാകും. എനിക്ക് സംസാരിക്കാൻ നിവൃത്തിയില്ലല്ലോ. എന്നിട്ട് അവിടെ കൊണ്ട് ഞാൻ എന്നെ ഒരു കാലും, ഈ വലത്തെ കാല് തകർന്നതാണ്,
രണ്ടാളുകൾ എന്നെ തോളിൽ തൂക്കിയെടുത്ത് അവിടെ കൊണ്ട് നിർത്തി. അത് രാഷ്ട്രപതിയുടെ എനിക്ക് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു. കാരണം ഇത്രയും നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് നമുക്കതൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ, വിഷമല്ലേ. ഏതായാലും അതെല്ലാവരും കൂടി സമ്മതിച്ചു, ഞങ്ങളത് തന്നു. ആ യൂത്ത് ഫെസ്റ്റിവൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു. ഇനി ഒന്നുകൂടെ പറയാം, ആ റെക്കോർഡ് ഇന്ന് വരെ ആരും തകർത്തിട്ടുമില്ല. നിങ്ങളെ പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് അങ്കിള് ഏറ്റവും കൂടുതൽ കാലഘട്ടം 4 വർഷം KSU പ്രസിഡൻ്റ് ആയിട്ടിരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ എന്നെ KSU പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുന്നത് 1974 തിരുവനന്തപുരത്ത് നടന്ന NSUI സമ്മേളനമുണ്ട്. ഞങ്ങൾക്കെല്ലാം നല്ല ഓർമ്മയുള്ള അന്ന് NSUI സമ്മേളനത്തെക്കുറിച്ച് പറയുമ്പോൾ NSUയുടെ അന്നത്തെ പ്രസിഡൻ്റ് ഗീതാഞ്ജലി ശർമ്മയാണ്, മരിച്ചുപോയി. ആ NSUവിൻ്റെ ദേശീയ സമ്മേളനം ഞാൻ കേരളത്തിൽ നടത്താൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. ഇവിടെ വെച്ച് ആ NSUI സമ്മേളനം നടന്നു. KSU ഇലക്ഷനും ആ NSUI സമ്മേളനത്തോടനുബന്ധമായിട്ടാണ് നടന്നത്. ആ ഇലക്ഷനിൽ എന്നെ യുണാനിമസായിട്ട് എലക്ട് ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനത്തിലും മുന്നോട്ട് പോയത്. അത് തുടർന്ന് 78 വരെ മുന്നോട്ട് പോയി എന്നുള്ളത് അതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അപ്പയുടെയും ആൻ്റണി അങ്കിളുടെയൊക്കെ ഒരു കാലഘട്ടം, അത് കഴിഞ്ഞാണ് VM സുധീരനങ്ങളും ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ വന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിന് എങ്ങനെയാണ് കാണുന്നത്? എന്ത് വ്യത്യാസമാണ് നിങ്ങളുടെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ കാണുന്നത്? ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഒന്ന്, കാലം മാറി എന്നുള്ളത് തന്നെ ഒന്നാമത്തെ കാര്യം. 2, ആപ്റ്റിറ്റ്യൂഡ് മാറി, ആറ്റിറ്റ്യൂഡും മാറി. 3, നമ്മളുടെ കൺസെപ്റ്റ് തന്നെ, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ കൺസെപ്റ്റിൽ തന്നെ ചേഞ്ച് ഉണ്ടായി. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അന്ന് സെൽഫ് പ്രൊമോഷൻ എന്ന് പറയുന്നൊരു പ്രശ്നമേ ഇല്ല. നമ്മുടെ ടീമിൻ്റെ വിജയം, ഗുണം കിട്ടിയാലും ദോഷം കിട്ടിയാലും എല്ലാം ഒരുമിച്ച് നമ്മളൊരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഒരു ടീം വർക്കിൻ്റെ ഭാഗം. ഇപ്പോൾ അത് മാറി ഇൻഡിവിജ്വലായി. അപ്പോൾ വ്യക്തിഗതമായി മുന്നോട്ട് പോകാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം ലോകം മുഴുവൻ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ മാത്രം മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വ്യക്തിപരമായ ഒരു ഫോക്കസിങ്ങിന് വേണ്ടിയുള്ള പരിശ്രമം ഇന്ന് കൂടുതലുണ്ട്, അന്നതില്ല. അന്നുണ്ടായിരുന്നൊരു പ്രത്യേകത, ഞങ്ങളാരും എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് KSU പ്രവർത്തന രംഗത്ത് വന്നവരല്ല. ആകസ്മികമായി ഞങ്ങൾ രാധാകൃഷ്ണൻ, ഉമ്മൻചാണ്ടിയുടെ ഞങ്ങളുടെ അടുപ്പം, ഞങ്ങളെല്ലാം തമ്മിലുള്ള സൗഹൃദങ്ങൾ, ഞങ്ങളങ്ങനെ KSUവിൽ വന്നു. KSUവിൽ വന്നപ്പോഴേ അങ്ങനെ KSU പ്രവർത്തിച്ച് രാഷ്ട്രീയ പ്രവർത്തകരാകാൻ ആഗ്രഹിക്കുന്നത് KSU പ്രവർത്തനത്തിലൂടെയാണ്. അന്ന് MLA ആകണം, മന്ത്രിയാകണം, അങ്ങനെ ഒരു ആഗ്രഹവും മനസ്സിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിൽ പോലും വന്നിട്ടില്ല. MLA ഹോസ്റ്റലിനെ കുറിച്ച് പോലും സ്വപ്നം കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടി MLA ആയപ്പോഴാണ് അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു പ്രത്യേകത, എല്ലാവർക്കും ഒരു കാഴ്ചപ്പാട്. അതാണ് രാധാകൃഷ്ണൻ പറഞ്ഞത്. വയലാർ രവിയും ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഞങ്ങൾക്ക് നൽകിയിരുന്ന ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസമുണ്ട്. അതായത് സാമൂഹ്യ പരിവർത്തനത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നമ്മൾ പ്രാപ്തമാക്കുക. കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായിട്ടാണ് KSU വരുന്നത്. അപ്പോൾ അതിന് ഇന്ത്യയെ രക്ഷിക്കാൻ, നിലനിർത്താൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ. അപ്പോൾ അവിടെ എന്ത് വേണം? സ്വാർത്ഥ താല്പര്യങ്ങൾ പാടില്ല. അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഈ KSU പ്രസിഡൻ്റൊക്കെ? ഈ ഇലക്ഷനാണോ? ഇലക്ഷൻ KSUവിലും യൂത്ത് കോൺഗ്രസിലും ഇലക്ഷൻ, അല്ലാതെ ഈ നോമിനേറ്റഡ് പരിപാടി അതില്ല. പക്ഷേ ഇലക്ഷനിലോട്ടാണെങ്കിലും കോൺസെൻസസ് ഉണ്ടാക്കും. അതാ പറഞ്ഞത്, വയലാർ രവി വിളിച്ചിരുത്തി ഒരു കോൺസെൻസസ് ഉണ്ടാക്കി. പക്ഷേ വയലാർ രവികളല്ലേ തീരുമാനിക്കും, നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ അതിനെ ലംഘിച്ച് ചിലരെ മത്സരിച്ചിട്ടുണ്ട്, അവരെ ദയനീയമായി തോൽപ്പിക്കുകയും ചെയ്യും. ഒരു രസം എന്താണെന്ന് വെച്ചാൽ, കൊല്ലത്ത് KSU സമ്മേളനം നടക്കുക. അപ്പയോടെ മത്സരിച്ചു. അതെ, അന്ന് പുള്ളിക്ക് ഉമ്മൻചാണ്ടിയോട് മത്സരിക്കാൻ ആഗ്രഹമില്ല. ഞങ്ങളൊക്കെയാണ് ഇവർ തിരുവനന്തപുരം കമ്മിറ്റിയുണ്ട്, ഞങ്ങൾ വന്നു. തിരുവനന്തപുരം കമ്മിറ്റി ഞങ്ങളതല്ലേ ഉള്ളത് പറയാൻ പറ്റും. തിരുവനന്തപുരം കമ്മിറ്റി PC ചാക്കോ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്ന ആളല്ലേ. അങ്ങനെ PC ചാക്കോയെ ഒരു കാൻഡിഡേറ്റാക്കി. ഞങ്ങൾ പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള നിലപാടായിരുന്നു. അല്ല, അതിലെ വ്യത്യസ്തമായ നിലപാട് ഇവർക്ക് പിന്നീട് വരാൻ കടന്നപ്പള്ളി രാമചന്ദ്രനെ പ്രസിഡൻ്റാക്കാനാണ് വയലാർ രവി ആലോചിച്ച് വന്നത്. കടന്നപ്പള്ളി അന്ന് ഒട്ടും പ്രശസ്തനല്ല, ഇവിടെ ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. അപ്പം ഞങ്ങളതിനകത്ത് വാശിയായി. ഞങ്ങളന്ന് MA ജോൺ അന്നുണ്ട്, അദ്ദേഹം ഒരു വ്യത്യസ്ത നിലപാടാണ്.
ഞങ്ങളവിടെ കയറിയിട്ട് MA ജോൺ ഞങ്ങൾക്ക് പിന്തുണയും പ്രഖ്യാപിച്ചു. അപ്പം സംഗതി മോശമാണെന്ന് വയലാർജിക്ക് ബോധ്യമായപ്പോൾ വയലാർജി എന്ത് ചെയ്തു? ഉമ്മൻചാണ്ടി തന്നെ തുടരട്ടെ എന്ന് വെച്ചു. ഉമ്മൻചാണ്ടിയോട് ആർക്കും എതിർപ്പില്ലല്ലോ. പക്ഷേ ഞാനും KC ജോസഫൊക്കെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്കെതിരായി വോട്ട് ചെയ്യേണ്ടി വന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അങ്ങനെ ഒരു സംഭവം. അതാണ് ഞാൻ ചോദിക്കാനിരുന്നതാണോ. ഞാൻ ഉമ്മൻചാണ്ടിക്ക് കാര്യം മനസ്സിലായി. 6 മാസം കഴിഞ്ഞ് ഉമ്മൻചാണ്ടി മാറിയിട്ട് പിന്നെ കടന്നപ്പള്ളി പ്രസിഡൻ്റായി. ചാക്കോയുടെ കൂടെ നിന്ന ആളെന്നുള്ളത് എനിക്ക് ഞാൻ വൈസ് പ്രസിഡൻറ്റുമായി. പിന്നീട് ചാക്കോയെ യൂത്ത് കോൺഗ്രസിൽ കൊണ്ടുവന്നു. അതൊക്കെ പിന്നീട് നടന്ന സംഭവം. പക്ഷെ അന്ന് വയലാർ രവി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെയൊക്കെ ഞാൻ ഫിനിഷ് ചെയ്ത് കളയെന്ന് പറഞ്ഞു. വയലാർ രവി ഫിനിഷ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫിനിഷ് ചെയ്യുമല്ലോ. അപ്പം ഞങ്ങൾക്ക് അതിനെ ഒന്ന് വെല്ലുവിളിച്ചു തന്നു. വയലാർ രവിയുടെ പോലെ അതേ ഞങ്ങളത് എതിർത്ത് നിൽക്കും. അപ്പം ഉമ്മൻചാണ്ടി വന്നതോടുകൂടി ചാക്കോയും വെട്ടിലായി. മാറാനൊക്കൂ റിട്ടേണിംഗ് ഓഫീസർ പേരെഴുതി പ്രപ്പോസ് ചെയ്തു. പിന്നെ എങ്ങനെ മാറും? അപ്പോഴാണ് ഓർക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് 20 ഓട്ടം ഉള്ളത്. 20 ഓട്ടം. ആ 20 ചാക്കോയ്ക്ക് കിട്ടി. പക്ഷെ ഞങ്ങൾ പുറത്ത് ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ളതാണ്. അത് മുഴുവൻ അതിന് ധർമ്മസങ്കടത്തിലായത് കോട്ടയക്കാരനായ KC ജോസഫാണ്. ഇവിടെ ലയോള കോളേജിൽ പഠിക്കുക. ഞങ്ങളുടെ ടീമിലാണ് വന്നത്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വോട്ട് ചെയ്തു. ഞങ്ങൾ 1972 കോളേജ് മാനേജ്മെൻറ്റിനെതിരായിട്ട് വലിയൊരു സമരത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അത് ആ കാലഘട്ടം എന്താ കോളേജ് തെറ്റായ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനാണ്. കേരളത്തിലെ എല്ലാ കോളേജുകളും അടച്ചിട്ട് കഴിഞ്ഞ് 2-2.5 മാസത്തോളം അടഞ്ഞു കിടന്നപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ വേറെ നിവൃത്തിയില്ല. അപ്പോൾ അതിനൊത്തിരി മാർഗ്ഗങ്ങളൊക്കെ തീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടി മേളത്തെ തലത്തിലുള്ള നേതാക്കന്മാർ നോക്കി, മുഖ്യമന്ത്രിയടക്കം മറ്റു മന്ത്രിമാരടക്കം ഒത്തിരി നോക്കി. പക്ഷേ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുട്ടികളുടേതായ രൂപത്തിൽ സ്റ്റുഡൻസിൻ്റെതായിട്ട് ഒരു മൂവ്മെൻറ്റ്. കാരണം ഒരു ഇഷ്യൂ നമ്മുടേതാണ്. അതെ, ഫീസ് യൂണിഫിക്കേഷൻ, അധ്യാപകർക്ക് ഡയറക്റ്റ് ഫീസ് ഏകീകരണം. ആ ഫീസ് ഏകീകരണത്തിന് വേണ്ടിയുള്ള കേസായതുകൊണ്ട് ഞങ്ങൾ അതിനകത്തൊരു ഭാഗത്ത് വലിയ സ്ട്രോങ് കക്ഷിയായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളെന്ത് ചെയ്തു? ഞങ്ങൾ അന്ന് ജോർജ് ജേക്കബ് സാറാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. നല്ല പ്രഗത്ഭൻ എന്നൊക്കെ പറഞ്ഞാൽ ചെയർമാനായിരുന്നു. അതിനുശേഷം അദ്ദേഹം UGC ചെയർമാനാകുമായിരുന്നു. അദ്ദേഹത്തോട് പോയി സംസാരിച്ച് ഞങ്ങളൊരു ഐഡിയ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് എടുക്കുക. ആ ലിസ്റ്റ് എടുത്തിട്ട് അവർക്ക് ഞങ്ങൾ യൂണിവേഴ്സിറ്റി യൂണിയൻ ഓഫീസിൻ്റെ ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാം. ക്ലാസ് എടുക്കുന്നവരാ NV കൃഷ്ണവാര്യരെ പോലെയുള്ള, PT ഭാസ്കരൻ പണിക്കരെ പോലെയുള്ള ഏറ്റവും പ്രഗത്ഭമതികളായി നേരിടാനുള്ള ഒരു ബദൽ മാർഗ്ഗം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ അവരെ എല്ലാവരുടെയും കൂടെ വിളിച്ച് ക്ലാസ് എടുക്കത്തക്ക വിധത്തിൽ ഈ കുട്ടികളെ, ഈ എൻറോൾ ചെയ്ത കുട്ടികളാണ്, ഓൺഗോയിങ് സ്റ്റുഡൻസാണ്, അവർക്ക് സൗകര്യം ക്ലാസ് നടത്തുന്നതിനുള്ള ഒരു സൗകര്യം യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. ഫാക്കൽറ്റി എന്ന് പറയുന്നത് വളരെ മിടുക്കന്മാരായിട്ടുള്ള ആളുകളുടെ ഫാക്കൽറ്റി. അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അന്ന് സത്യം പറഞ്ഞാൽ ഉദ്ഘാടനത്തിന് വന്നത് ഇവിടെ അന്നത്തെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി, അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, എല്ലാവരും, വൈസ് ചാൻസലർ, എല്ലാവരും എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔദ്യോഗികമായിട്ട് ഞങ്ങളൊരു കോളേജ് തുടങ്ങി. ആ കോളേജ് ഇപ്പം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അതിൽ ആ സമരത്തിൻ്റെ ഒരു വലിയൊരു ഡീവിയേഷൻ എന്ന് പറഞ്ഞത് ഈ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളെല്ലാം ഓരോ കമ്മ്യൂണിറ്റിയുടെയാണ്. അവർ വലിയ വാശിയിലായിരുന്നു. അന്ന് KPCCയുടെ ജനറൽ സെക്രട്ടറി ആൻ്റണിയുടെ പ്രഖ്യാപനങ്ങളും ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ നേരിടാൻ, എന്ത് തരത്തിലും നേരിടാൻ അതായത് LSS, SNDP, ഈ കാത്തലിക് കമ്മ്യൂണിറ്റി ഇവരൊക്കെ ഞങ്ങളെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിനെതിരായിട്ട് KS യൂത്ത് കോൺഗ്രസ് കൂടി എല്ലാ സമുദായ സംഘടനകളുടെയും ഈ കോർപ്പറേറ്റ് ഓഫീസുകളുടെ മുമ്പിലേക്ക് മാർച്ച് വെച്ചു. ഏത് ബിഷപ്പ് ഹൗസിൽ, NSSൻ്റെ എൽക്കോട്ട് കൗൺസിൽ. അപ്പോൾ അത് വലിയ കേരള രാഷ്ട്രീയം നിയന്ത്രിക്കുന്നതിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തുന്ന സംഘടനകളെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. അത് ഒരു കാലഘട്ടത്തിൻ്റെ ശബ്ദം. അതെ. ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സമരങ്ങളുടെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം അന്നൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ചെലവുകളും കാര്യം? ഇന്നൊക്കെ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് രീതി, നമ്മുടെ ലോകമേ മാറി. എങ്ങനെയായിരുന്നു ചെലവ്? ഞാൻ പട്ടിണിക്ക് ചിലവൊന്നുമില്ലല്ലോ, അതങ്ങ് സഹിച്ച് തീർക്കാന്നുള്ളതല്ലേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം. എനിക്ക് കണ്ണൂർ പോകണം. കണ്ണൂർ പോകാനായിട്ട് ബസ്സിൻ്റെ പാസ്സുണ്ട്. അതുകൊണ്ട് യാത്ര ഒരു പ്രശ്നമല്ല. ഡീലക്സ് ബസ്സുണ്ട്. ഇവിടുന്ന് വൈകുന്നേരം 6 മണിക്ക് ചേർന്നാൽ അവിടെ ഒരു വെളുപ്പിനെ 5:30 പോകും.
അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള കാര്യം അവരാണ് നോക്കുന്നത്. എനിക്ക് പോകാനായിട്ട് വേറെ ക്യാഷില്ല. ഈ ഹസൻ്റെ കയ്യിൽ നിന്നാണ്, ഹസൻ ഇന്ന് ഓർക്കുന്നുണ്ടെന്ന് എനിക്കില്ല, ഞാൻ പറഞ്ഞ ഹസൻ കൈ കാശ് എന്തുണ്ട് 12 രൂപ എനിക്ക് തന്നു. 12 രൂപ ഇങ്ങനെ ഒറ്റ രൂപയും കൂടി എല്ലാം കൂടെ കൂട്ടി അതുകൊണ്ട് യാത്ര ചെയ്ത ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. കണ്ണൂർ ചെന്നു, അവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ ഒരാളുണ്ട്, അവിടെ ചെറിയൊരു ഇതുണ്ട്, 2 രൂപ കൊടുത്താൽ നമുക്ക് ഒരു ചെറിയ മുറി കിട്ടും. അവരതിൻ്റെ പോയി അവിടെ താമസിക്കും. കുളിച്ചൊക്കെ റെഡിയായി ഷർട്ടും മുണ്ടും ഇട്ട് അവിടെ നിന്ന് നേരെ പുറത്തോട്ട് പോകും. വൈകുന്നേരം ആകുമ്പോൾ അവിടുന്ന് പെട്ടിയെടുത്ത് അടുത്ത ബസ്സിൽ കയറും, അടുത്ത സ്ഥലത്തോട്ട് പോകും. ഇതിനെന്ത് ചിലവാണ്? അല്ല, ഈ മുരളി സമരമൊക്കെ നടക്കുമ്പോഴേ ഉമ്മൻചാണ്ടി എക്സ്റ്റെൻസീവായിട്ട് യാത്രയാണ്. തിരുവനന്തപുരത്തൊക്കെ വന്നാലേ നമുക്ക് കൈ പൈസ വേണ്ട ഭക്ഷണം കഴിക്കാൻ. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലാണ് പിക്കറ്റിങ്ങും ധർണയൊക്കെ. അതിൻ്റെ മുമ്പിൽ ഒരു ഹാപ്പി ടൂറിസ്റ്റ് ഹോം, ഒരു ഹോട്ടലുണ്ട്. അവിടെ പോയാൽ 2-3 ദോശയും വടയൊക്കെ കിട്ടും. ഞങ്ങൾ പോയി കാപ്പി കുടിക്കും. എന്നിട്ട് എന്നെ നല്ല മുഖപരിചയമാണ് എൻ്റെ ചാക്ക്. ഞങ്ങൾ പതുക്കെ ഉമ്മൻചാണ്ടിയൊക്കെ മുമ്പേ വിട്ടിട്ട് ഞങ്ങൾ വന്ന് പറയും ബില്ല് കൊണ്ടുവരാം, പൈസ കൊണ്ടുവരാം. അത് വിടും. AK ആന്റണിയെ എത്ര തവണ അവിടെ കൊണ്ടുപോയി ഭക്ഷണം. ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ സ്നേഹബന്ധവും കൊണ്ടുപോയത്. ഈ പട്ടിണിയും എനിക്ക് മറക്കാൻ പറ്റാത്ത വെള്ളത്തിൽ ചെന്നാൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ ആളുണ്ടെന്നൊരു ഫീലിംഗ്. അല്ല, എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പരിപാടിക്ക് വയലാർ രവി ഇവിടെ വരിക. അന്ന് ഞാൻ ജില്ലാ കൺവീനർ കൂടെ. തിരിച്ചു പോകാൻ വണ്ടിക്കൂലിയില്ല. എനിക്കിപ്പോൾ പോകണം ഭയങ്കര ബഹളം. ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമില്ല. അന്ന് എൻ്റെ അച്ഛന് കടയുണ്ട് ശാലയിൽ. ഞാൻ വയലാർ രവി ആ പുത്തിരിക്കണ്ടത്ത് അവിടെ നിർത്തിയിട്ട്, കാരണം ഇദ്ദേഹത്തെ കൂടെ കൊണ്ടുപോയാൽ പുള്ളി ഫാദറിനോട് എങ്ങനെ ചോദിക്കുന്നതെന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ. ഞാൻ പോയി പറഞ്ഞു ഒരു 10 രൂപ വേണം. അവൻ എന്താ ഇത്ര 10 രൂപ? 5 രൂപയ്ക്കെല്ലാം വലിയ വിലയില്ലേ? എന്താ ഞാൻ പറഞ്ഞു ഇങ്ങനെ വയലാർ രവി കൈ കാശില്ലാതെ അയാളോട് ഇവിടെ അവരാ പറഞ്ഞത്. അവരാ പറഞ്ഞു 10 രൂപയും ഒരു 5 രൂപ. അതെന്തിനാ? വഴിച്ചെലവ്. ഇട ഈ പൈസ ഇല്ലാത്തവരെന്തിനാ ഇങ്ങോട്ട് വന്നത്? വയലാർ രവി. ആരാ ഈ വയലാർ രവി? വിളി ചോദിക്കുക. ഒരു തരത്തിൽ അപ്പോഴത്തെ കടയിലുള്ള ആളുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് 15 രൂപയും കൊണ്ട് വന്നു. വയലാർ നോക്കിയിട്ട് ഇത്രയേ ഉള്ളൂടെ അങ്ങനെയോട് പറയാത്തത് 25 തരാം. ഞാൻ പറഞ്ഞു ഇത് വായിക്കാൻ പാടെ എനിക്കല്ലേ അറിയാം. അങ്ങനെ തമ്പാനൂർ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഭക്ഷണവും വാങ്ങിച്ചു കൊടുത്ത് നേരെ വണ്ടി കയറ്റി വിടുക. ഇങ്ങനെയായിരുന്നു എല്ലാവരും. എല്ലാം ഉമ്മൻചാണ്ടിയുടെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ PT ചാക്കോ ഒരിടത്ത് പോയിട്ടേ ഒരു തയ്യക്കാരൻ്റെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലി വാങ്ങി 1 രൂപ. സംഭവം അറിയോ? പുള്ളി പാസുണ്ടല്ലോ, പാലക്കാട്ടാണ് പോയത്. പാലക്കാട് പോയി ഞങ്ങളെല്ലാവരെയും KSRTC അഡ്വൈസറി ബോർഡിൽ എടുത്തു. അപ്പം ഫ്രീ ആണ്. അപ്പോൾ ഈ പാസ് കയ്യിലുള്ളത് കൊണ്ട് വണ്ടിക്കൂലി വേണ്ട. അവിടെ ചെന്നിറങ്ങി. അവിടെ ചെന്നിട്ട് ഒരു 8:30 മണിക്കൊരു ബസ്സുണ്ട്. അതേ കയറി പോകാനാണ് ഉമ്മൻചാണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും ആ ബസ് പോയി. പിന്നെ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറണം. പ്രൈവറ്റ് ബസ്സിൽ കയറി കാശ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പെട്ടെന്ന് ചെന്ന് ഞാൻ ഉമ്മൻചാണ്ടിയാണ് എന്ന് പറയാൻ എനിക്ക് 1 രൂപ വേണമെന്ന് പറഞ്ഞു. അന്നേരം സന്തോഷപൂർവ്വം അവർ 1 രൂപ കൊടുത്തു. എന്നിട്ട് പുള്ളി ആ സ്ഥലത്ത് പോയി മടങ്ങി വന്ന് ഇതൊക്കെ കഴിഞ്ഞ് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു. എന്നിട്ട് പുള്ളി ഒരു സന്ദർഭത്തിൽ പിന്നീട് പാലക്കാട് ചെന്നപ്പോൾ ആ വീട്ടിൽ ആ കടയിൽ കൊണ്ടുപോയി ഈ 1 രൂപ മടക്കി കൊടുത്തു. അയാൾ അത്ഭുതപ്പെട്ടു. അയാൾ അന്തപ്പെട്ടു. ആ 1 രൂപ കൊണ്ട് മടക്കി കൊടുത്തു. അതാണ് അന്നത്തെ കാലം. ഒരു രസകരമായ ഒരു അനുഭവത്തിൽ ചോദിച്ചാൽ, ഞാൻ ആൻ്റണിയങ്ങളുടെ കല്യാണത്തിന് അമ്മയ്ക്ക് ഒരു റോളുണ്ട്, അതുപോലെ അങ്കിളുടെ കല്യാണത്തിന് ആൻ്റണിയങ്ങൾക്കൊരു റോളുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാലേ ഞങ്ങളെല്ലാവരും കോളേജിൽ വെച്ച് ഓരോരുത്തരോട് സ്നേഹം തോന്നിയിട്ട് പ്രേമവിവാഹം എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനും രാധാകൃഷ്ണനും ഒക്കെ അവരെയാണ് ഞങ്ങളെ ഭാവി വധുവാക്കിയത്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്യാണത്തിന് ഞങ്ങൾ ഇടപെടാൻ നോക്കി പുള്ളി ഓടിച്ചു ഞങ്ങളെ. ആ കഥ ഇപ്പം പറയുന്നില്ല, കാരണം ആ കഥ പിന്നെ ബാവ ഞങ്ങളോട് പിളക്കും. പക്ഷെ പുള്ളിക്ക് അതിനൊന്നുമില്ല. ഞങ്ങളെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ കോൺഗ്രസിൻ്റെ അന്ന് MLA ആയിരുന്നു, ഡെപ്യൂട്ടി പാർലമെൻ്ററി പാർട്ടി ഡെപ്യൂട്ടി ലീഡറൊക്കെ അന്ന് ആയിട്ടുള്ള നമ്മുടെ കൊച്ചിയിലെ മേയർ കൊച്ചുണ്ണി മാസ്റ്ററുടെ മകളുടെ MAക്ക് പഠിക്കുകയായിരുന്നു എൻ്റെ ഭാര്യ. അപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ താല്പര്യം വരാൻ കാരണം SNV സദനം അവരവിടെ താമസിക്കുന്നത്. ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നപ്പോൾ അവരുടെ ഹോസ്റ്റലിലേക്ക് എന്നെ ക്ഷണിച്ചു. എൻ്റെ ഭാര്യ അന്ന് അവിടെ സ്വാഗതം പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നന്നായിട്ട് സംസാരിക്കണം. അച്ഛൻ്റെ ഒരു ഗുണം മോൾക്ക് കാണും. അങ്ങനെ ഞങ്ങൾ കാണുന്നു, പരിചയപ്പെടുന്നു. അതൊക്കെ
ഈ മലചുറ്റി പ്രേമവും പാട്ടും ഒന്നും ഇല്ലായിരുന്നു. അത് വളരെ സീരിയസ് ആയപ്പോൾ ഞങ്ങൾ സുധീരനും രാധാകൃഷ്ണനുണ്ടെന്ന് തോന്നുന്നു, ഇവരെല്ലാം കൂടി അവർ MA ഇപ്പോഴത്തെ ഫൈനൽ എക്സാം ആകാൻ പോകുന്നു. ആൻ്റണി ഇവിടെ നിന്ന് MLA ആണ്. MLA ഹൗസിലെ 19 നമ്പർ റൂമിൽ എല്ലാവരും കൂടെ എന്നെയും കൂടെ കൂടി. അപ്പം ഞങ്ങൾ ആലോചിച്ചു ഇതിലെന്തോ ഒരു മാർഗം, വയലാർ രവി വിടാം. അപ്പം സുധീരൻ പറഞ്ഞു അത് മതി, ഒറ്റ കാരണം കൊണ്ട് കല്യാണം നടക്കത്തില്ല. അപ്പം അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായി, അല്ല അതിന് ശേഷം. അപ്പം അങ്ങനെ ആൻ്റണിയോട് ഈ വിഷയം പറഞ്ഞു. ആൻ്റണി പറഞ്ഞു വളരെ ടഫ് മാനാണ് ഈ കൊച്ചുണ്ണി മാഷ്, പുള്ളിയോട് എങ്ങനെ ഞാൻ സംസാരിക്കും. പിന്നെ ഒരു സമയം ഉണ്ടാക്കി അസംബ്ലിയുടെ ലൈബ്രറിയിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ ആൻ്റണി പറഞ്ഞതുപോലെ അല്ലേ പുള്ളി ചോദിച്ചു, ഓഹോ അവർ തമ്മിൽ സ്നേഹത്തിലാണോ എന്ന് പറഞ്ഞിട്ട് പുള്ളി അടുത്ത വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ആലോചിക്കും ഇതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി ഞങ്ങളെയൊക്കെ വിളിച്ചു. ഞങ്ങൾ ചെന്നപ്പോൾ ആൻ്റണി ആ MLA ഹൗസിൽ വെരുകനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പുള്ളി പറഞ്ഞു അബദ്ധമായിപ്പോയെന്നാണ് തോന്നുന്നത്. പുള്ളിയോടൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ പുള്ളിയുടെ മുഖഭാവം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒന്നും മനസ്സിലാവില്ല. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടിരിക്കുക. ഞാൻ ചെയ്തത് കുഴപ്പമായോ എന്ന് ചോദിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ പുള്ളി അപ്പോൾ അതിനിടയ്ക്ക് ഒരു ദിവസം കൊച്ചുണ്ണി മാഷയും ഭാര്യയും കൂടി ഈ കൊച്ചിയിൽ വെച്ചെന്തോ കണ്ടപ്പോൾ വയലാർ രവി പറഞ്ഞു, പിന്നെ ഞങ്ങളുടെ പയ്യന് പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിലേ ഞാൻ ചെയ്തത് അറിയാമല്ലോ, അടിച്ചുകൊണ്ട് പോവും. അതുപോലെ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ പുള്ളിയുടെ ഭാര്യ കരച്ചിലും നിലവിളിയും, മോളെ അടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ വയലാർ രവി അടിച്ചുകൊണ്ട് പോയതല്ലേ. അവർ പിന്നെ അവസാനം അവർ സറണ്ടർ ചെയ്യാന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ കല്യാണം ക്ഷണിക്കുന്നതേ ഞാൻ KSU പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞപ്പോഴാണ്. ഈ യൂത്ത് കോൺഗ്രസ് KSUക്കാരെല്ലാം വിളിക്കണമല്ലോ. അപ്പോൾ ആൻ്റണിയാണ് ക്ഷണക്കത്ത്, KPC പ്രസിഡന്റാണ്, പുള്ളിയെ കൊണ്ടുവരും. അതെല്ലാം ആലോചിച്ച് ചെയ്തതാണ്, എല്ലാവർക്കും അയച്ചു. മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ ഇവരെല്ലാം ഉണ്ട്. അങ്ങനെ ആൻ്റണി കയറി. ആൻ്റണി പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഞാൻ ആലോചിച്ചൊരു വിവാഹങ്ങളുടെ അതാണ്. അങ്ങനെയാണ് പുള്ളി രംഗത്ത് വരുന്നത്. ആൻ്റണിയുടെ കല്യാണത്തിന് രസം എന്താണെന്ന് വെച്ചാൽ രാവിലെ ആയപ്പോൾ വെളുപ്പിലെ ഉമ്മൻചാണ്ടി വിളിക്കുക. അപ്പോഴേ ഞാൻ ആ ശാന്തമംഗലത്തെ സബ് രജിസ്ട്രാറെ കൂട്ടിക്കൊണ്ടുവരാൻ തമ്പാനൂർ രവി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, താനും കൂടെ വരണം. ഞാൻ പറഞ്ഞു വല്ല വസ്തു കച്ചവടം ഉണ്ടോ, ഞങ്ങൾക്കറിയില്ലല്ലോ. അല്ലല്ല, ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോകുന്നു. ആരുടെ? അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആൾ തന്നെ ഇപ്പോൾ കൂടുതൽ പറയുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ തമ്പാനൂർ പറഞ്ഞു ആൻ്റണിയുടെ കല്യാണമാണ്. പിന്നെ ഞങ്ങളെ ഇനിയിപ്പം നമ്മൾ കേരളത്തിലെ 2 വലിയ സ്പീക്കേഴ്സ്, ഏറ്റവും വലിയ സ്പീക്കേഴ്സാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്, ചാനലിരിക്കുന്നത്. അങ്കിൾ ഇന്നിപ്പം കേരള നമ്മുടെ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്ന സ്പീക്കറാണ്. ഇന്ന് അങ്കിളിന് സ്പീക്കർ നിശബ്ദനായി എന്നൊരു തോന്നലുണ്ടോ? അല്ലല്ല, ഗവൺമെൻറ് നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് ശരിയല്ല. സ്പീക്കറുടെ റോള് ഗവൺമെൻറ്റിനെ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യുക, പക്ഷേ അതിൻ്റെ അർത്ഥം പ്രതിപക്ഷത്തെ തകർക്കുക എന്നുള്ളതല്ല. നമുക്കൊരു ബാലൻസാണ്, അത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഭരണഘടനാപരമായിട്ട് ഗവൺമെൻറ് ആക്ടിവിറ്റീസും ഗവൺമെൻറ് പരിപാടികളും നടപ്പാക്കുന്നതിന് വേണ്ടി സഹായകരമായ നിലപാടെടുക്കുന്നതോടൊപ്പം തന്നെ ഇപ്പുറത്ത് പ്രതിപക്ഷത്തിൻ്റെ എല്ലാ റൈറ്റും വകവെച്ച് കൊടുത്തു കൊണ്ടുപോകുന്ന നിഷ്പക്ഷമതിയായ ഒരാളായിരിക്കണം സ്പീക്കർ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ആ സ്പീക്കർഷിപ്പിൽ ഇരുന്നിട്ടുള്ള ഒട്ടനവധി പ്രഗത്ഭന്മാരുണ്ട്. ഞാൻ 2 പേരുടെ പേര് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ AJ ജോൺ സാറ്, അദ്ദേഹം, ഞാൻ ആ സ്പീക്കർമാരുടെ ലിസ്റ്റ് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ ഡോക്ടർ RB തോമസ് സാറ്, അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു നിഷ്പക്ഷതയുടെ ഒരു മുഖമായിട്ടാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ചരട് കെട്ടിപ്പിടിച്ചതുപോലെ നിഷ്പക്ഷത എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇഷ്യൂസിനകത്ത് നമുക്കെടുക്കാൻ പറ്റുന്ന പോസിറ്റീവായിട്ടുള്ള നിലപാടുണ്ട്. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നൊരു ഗുണം, പ്രതിപക്ഷത്തിരിക്കുന്നത് ഇവിടെ മുൻ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം 10 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. പാർലമെൻ്ററി പ്രാക്ടീസ് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്ന ആൾ. ഭരണകക്ഷിയിൽ ശ്രീ VD സതീശൻ ചെറുപ്പത്തിൻ്റെ പ്രതീകമാണ്. അദ്ദേഹം പോസിറ്റീവായിട്ടുള്ള എനർജി ഉള്ളതാണ്. പ്രതിപക്ഷ ബെഞ്ചിൽ, ഭരണകക്ഷി ബെഞ്ചിൽ, ട്രഷറി ബെഞ്ചിൽ, അതോടൊപ്പം തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയും മറ്റ് പ്രായോഗികതയുള്ള ആളുകളുമുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കുന്നത്. ഒരു സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം അത് നല്ല സന്ദർഭമാണ്.
കാരണം രണ്ട് കൂട്ടരും ഇതിനെക്കുറിച്ച് നന്നായിട്ട് പ്രാക്ടീസ്, ഇപ്പോൾ സതീശൻ നല്ല പാർലമെൻ്ററി പ്രാക്ടീസുള്ള ആളാണ്. അദ്ദേഹത്തിന് നന്നായിട്ട് എങ്ങനെ ഇത് പെർഫോം ചെയ്യാൻ നിൽക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തയുള്ള ആളാണ്. അങ്ങനൊരു മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു ബാലൻസ് ചെയ്യിക്കാൻ എളുപ്പമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇവരെല്ലാം ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു വന്നവരല്ലേ. എന്തായാലും നമ്മുടെ ഇത് ഓണപ്പരിപാടിയാണ്. അപ്പം രണ്ടുപേരുടെയും ഒരു ഓണ ഓർമ്മകൾ എന്താണ് എന്ന്. ഓണത്തെക്കുറിച്ച് നല്ല ഓർമ്മകളല്ലേ ഉള്ളൂ. ഗൃഹാതിരിത്വമാണ് യഥാർത്ഥത്തിൽ ഓണം ഇല്ലാത്ത കാലത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. മറ്റത് എല്ലാവരും കൂടി ചേർന്ന് ഒരു കളിച്ച് ചിരിച്ച് തമാശ പറഞ്ഞ് ഒരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷമല്ലേ. ആ ഓണം എന്ന് പറയുന്നത് ഇനി മടങ്ങി വരുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വളരെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഓണായി. പണ്ടത്തെ കാലത്ത് ജനങ്ങളുടെ മനസ്സിലുള്ള ഓണമായിരുന്നു. ഭക്ഷണം തന്നെ ഹോട്ടലുകളിലാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇവൻറ്റ് മാനേജ്മെൻറ്റുകളുടെ ഓണമായി. മറ്റത് വേറൊന്നാണ്. അത് സത്യം പറഞ്ഞാൽ ഓണപ്പാട്ടിനകത്ത് തന്നെയുണ്ട് മാലോകരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്നത്. അത് കറക്റ്റാണ്. ധനികനെന്നില്ല, ദരിദ്രനെന്നില്ല, കുബേരനെന്നില്ല, താഴെയുള്ള ആളെന്നില്ല, പണ്ഡിതനെന്നില്ല, പാവനെന്നില്ല, എല്ലാവരും ഒന്നുപോലെ. ഏത് ചിന്തയിൽ ആ രൂപത്തിലുള്ള ഒരു നല്ല സങ്കല്പം. സത്യം പറഞ്ഞാൽ ലോകത്തെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് ചിന്ത ഓണം ചിന്തയിൽ നിന്ന് വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് കുട്ടിക്കാലം മുതൽ വളരെ സന്തോഷകരമായ ഓണ ഓർമ്മകളാണ് മനസ്സിലുള്ളത്. അന്നിപ്പോൾ ഞങ്ങളൊക്കെ സ്കൂൾ കുട്ടികളായിരിക്കുമ്പോൾ ഞാൻ നഗരമധ്യത്തിലല്ലേ താമസിക്കുന്നത്. അയൽവക്കത്തുള്ള വീട്ടിൽ പോയി ഊഞ്ഞാലാടുക, അവിടെ പോയി കളിക്കുക, കുട്ടികളോട് കൂടി കളിക്കുക. ഓണ ദിവസം തൊട്ട് അയൽവക്കത്ത് പോയി നല്ല തൂശനിലയൊക്കെ ഇട്ട് നല്ല ഒന്നാം തരം സദ്യ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുക. പെരുന്നാളാകുമ്പോൾ അവരെല്ലാം നമ്മുടെ വീട്ടിലോട്ട് വരും. ഓണം എന്നത് ഞാൻ എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു ചിത്രം. ഓണം നമ്മുടെ എല്ലാവരുടെയും ആഘോഷമാണ്. അതിന് ജാതി മതം അതൊക്കെ പിന്നെ ഇപ്പോൾ ഉണ്ടാക്കിയതല്ലേ. ഓണം മലയാളികളുടെ ഒരു വലിയ ദേശീയ ഉത്സവമാണ്. എല്ലാം മറന്ന് ഓണം ആഘോഷിക്കുക. ഓണ ഓർമ്മകളൊക്കെ ഞങ്ങൾ പങ്കുവച്ചു. ആങ്കർ ചെയ്യുന്ന മറിയക്കുട്ടിയുടെ കാര്യം ചെയ്യുന്ന ഒരു ഓണപ്പാട്ട് പാടി നമുക്കിത് അവസാനിപ്പിക്കാം. ആ ഗായികയാണെന്ന് എനിക്കറിയാം. ചെറുതായിട്ടൊക്കെ പാടും. ഓണമായിട്ട് ഓണപ്പാട്ടുകളാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പോലെ. എനിക്ക് എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഓണസദ്യ ഉണ്ണുന്നതൊക്കെയാണ്. പക്ഷേ ഇന്നൊന്നും അതുപോലെ സാധ്യമാകുന്നില്ല. എല്ലാവരും ഊണ് പോലും ഹോട്ടലിൽ പോകുന്നു, വേറെ പല രീതിയിലുള്ള സന്തോഷങ്ങളാണ്. പക്ഷേ പാട്ട് എപ്പോഴും ഓണപ്പാട്ട് അല്ലെങ്കിൽ ഏത് തരം പാട്ടും നമ്മളെ സൂത്രം ചെയ്യുന്നതാണ്. ഓണപ്പാട്ട് ഇന്നും ലൈവായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വേളയിൽ ഏറ്റവും സന്തോഷമുള്ള എൻ്റെ അപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്നാണ് സംസാരിക്കുന്നത്. ഇതിനൊരു ഇൻ്റർവ്യൂ ആയിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഓണത്തിൻ്റെ ഈ വേളയിലൊരു പാട്ട് താങ്കൾ പറഞ്ഞനുസരിച്ച് പാടാം. ഓണം ഓണം പൊന്നോണം അത്തം പത്തിന് തിരുവോണം. ഓണം ഓണം പൊന്നോണം അത്തം പത്തിന് തിരുവോണം. പൂക്കളിറുക്കാൻ പൂക്കളം തീർക്കാൻ കണ്ണാത്തുമ്പി വന്നൂടെ, എന്നോടൊപ്പം പോന്നൂടെ. പൂക്കളിറുക്കാൻ പൂക്കളം തീർക്കാൻ കണ്ണാത്തുമ്പി വന്നൂടെ, എന്നോടൊപ്പം പോന്നൂടെ. ഓണം ഓണം പൊന്നോണം അത്തം പത്തിന് തിരുവോണം. ഓണം ഓണം പൊന്നോണം അത്തം പത്തിന് തിരുവോണം.